നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൊതുകുകൾ വളരെ ശല്യക്കാരായി മാറിയിരിക്കുകയാണ്. കൊതുകിനെ അകറ്റാനായിട്ട് നമ്മൾ സാധാരണയായി ക്രീമുകൾ, തിരികൾ, തൈലങ്ങൾ മുതലായവയാണ് ഉപയോഗിക്കാറ്. നാച്ചുറലായിട്ട് കൊതുകിനെ തുരത്താൻ പറ്റിയ കുറച്ച് ചെടികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പ്ലാന്റാണ് റോസ്മേരി. റോസ്മേരി പ്ലാന്റിൽ അടങ്ങിയിട്ടുള്ള എണ്ണ പ്രകൃതിദത്ത കൊതുകുനാശിനിയായി പ്രവർത്തിക്കുന്നു. 4 തുള്ളി റോസ്മേരി തൈലം 1/4 കപ്പ് ഒലിവ് ഓയിലുമായിട്ട് കൂട്ടിച്ചേർത്ത് നമുക്ക് കൊതുകുനാശിനിയായി ഉപയോഗിക്കാം. അടുത്തത് ബന്ദിയാണ് കേട്ടോ. പല ജീവികൾക്കും മനുഷ്യർക്കും ഇഷ്ടപ്പെടാത്ത സ്മെല്ലാണ് ബന്ദിയുടേത്. സാധാരണയായി പച്ചക്കറി തോട്ടത്തിൽ നമ്മൾ പ്രാണികളെ നിയന്ത്രിക്കാനായിട്ട് ബന്ദി നട്ടു വളർത്താറുണ്ട്. കൊതുകിൽ നിന്ന് രക്ഷ നേടാനായി മുറ്റത്തും തോട്ടത്തിലുമെല്ലാം ബന്ദി നട്ടു വളർത്തണേ. മൂന്നാമത്തെ പ്ലാന്റ് ആര്യവേപ്പാണ്. ചെറു പ്രാണികളെ അകറ്റാൻ ശക്തിയുള്ള ആര്യവേപ്പ് ശക്തമായൊരു കൊതുകുനാശിനിയാണ്. കൊതുകിനെ അകറ്റാനായിട്ട് നമുക്ക് വേപ്പ് വെറുതെ മുറ്റത്ത് നട്ടു വളർത്തിയാൽ മതിയേ. കൊതുകിനെ അകറ്റാനായിട്ട് നമുക്ക് ഈ വേപ്പിൻ്റെ ഇല പുകയ്ക്കുകയോ അല്ലെങ്കിൽ വേപ്പെണ്ണ മണ്ണെണ്ണ വിളക്കിൽ ചേർക്കുകയോ ചെയ്യാം. വേറൊരു മാർഗം, ഈ വേപ്പെണ്ണ നമ്മുടെ കയ്യിലും കാലിലുമെല്ലാം പുരട്ടി കൊടുക്കുക. മലേറിയ പോലെയുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള വേപ്പ് എല്ലാവരും വെച്ച് പിടിപ്പിക്കണേ. കൊതുകുകളെ അകറ്റാൻ സഹായിക്കുന്ന മറ്റൊരു ചെടിയാണ് തുളസി. ഇലകൾ ചതയ്ക്കാതെ തന്നെ നല്ല സ്മെല്ലല്ലേ തുളസിക്ക്. ഒരു കൈപ്പിടി തുളസിയില എടുത്തിട്ട് അത് നന്നായി ചതച്ച് അതിൻ്റെ നീരെടുത്ത് നമ്മുടെ ദേഹത്ത് നന്നായി പുരട്ടി കൊടുക്കുക. കൊതുകിനെ നിയന്ത്രിക്കാൻ പറ്റിയ 5ാമത്തെ പ്ലാന്റാണ് ലാവെൻഡർ. മോസ്കിറ്റോ ബൈറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാന്റാണ് ലാവെൻഡർ. കൊതുക് കടിക്കാൻ സാധ്യതയുള്ള ശരീരഭാഗത്ത് ലാവെൻഡർ ഓയിൽ തേച്ച് കൊടുക്കണം. ലാവെൻഡറിന് ആൻറ്റി ഫംഗൽ, ആൻറ്റിസെപ്റ്റിക് ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ട് അത് സ്കിന്നിൽ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് പുതിനയാണ്, മിൻറ്റ്. മോസ്കിറ്റോസിനെയും ഫ്ലൈസിനെയൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു നോൺ ടോക്സിക് പ്ലാന്റാണ് മിൻറ്റ്. മിൻറ്റിൻ്റെ സ്മെല്ല് വളരെ ഇഫക്റ്റീവാണ്. നമ്മുടെ ഫുഡ് ഐറ്റംസിലും ചായയിലുമൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന മിൻറ്റ് എല്ലാവരും വച്ച് പിടിപ്പിക്കണം. അടുത്ത പ്ലാന്റ് ഗാർലിക് പ്ലാന്റ് ആണ്. ഗാർലിക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് റൂംസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെച്ച് കൊടുക്കുക. വേറൊരു മാർഗം, ഗാർലിക്കിൻ്റെ നീരെടുക്കുക. ഈ ഗാർലിക് നീര് ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് വീട്ടിൽ അവിടെ എവിടെയായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മോസ്കിറ്റോയെ തുരത്താനുള്ള വേറൊരു വഴി ലെമൺ ഗ്രാസ് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇടവിട്ട് ഓരോ മണിക്കൂറിലെങ്കിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്നുള്ളത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റാണ്. അടുത്ത പ്ലാന്റ് യൂക്കാലി പ്ലാന്റ് ആണ്. യൂക്കാലിയുടെ ഓയിലിൽ PMD എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. ഈ ഓയിൽ മോസ്കിറ്റോസിനെയും ബഗ്സിനെയൊക്കെ തുരത്താനായിട്ട് സഹായിക്കുന്നു. 10ാമത്തേതാണ് തൈം പ്ലാന്റ്. നമ്മുടെ വീട്ടിൽ ഇൻസെക്ട്സിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെർബാണ് തൈം. തൈമിൻ്റെ സ്ട്രോങ് സ്മെല്ല് കാരണം അതൊരു നാച്ചുറൽ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് വീട്ടുമുറ്റത്ത് വളർത്താവുന്ന കൊതുകിനെ അകറ്റുന്ന ഈ ചെടികളെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നാച്ചുറലായിട്ട് കൊതുകിനെ നിയന്ത്രിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.